നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ പി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, അദ്ദേഹം രാഷ്ട്രീയമായി സ്ഥിരതയില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കോൺഗ്രസിനോടൊപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ജവഹർലാൽ നെഹ്റു സന്ദർശിച്ചിട്ടുണ്ട് എന്നതൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കിട്ടുന്ന വസ്തുതകളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുമുണ്ട്. മലപ്പുറത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ അത് ദയവായി കമൻറ്റ് ചെയ്യുക. എന്നാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. പിന്നീട് DICയിലെത്തി. പിന്നീട് CPM സ്വതന്ത്രനായി 2 പ്രാവശ്യം നിലമ്പൂരിൽ നിന്ന് MLA ആയി തീർന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മിക്കപ്പോഴും വ്യത്യസ്തമായിരുന്നു. രാഷ്ട്രീയമായ സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് ഇത്രയും വലിയ മികച്ച ഒരു വിജയം നേടുന്നതിൽ PV അൻവറിൻ്റെ നിലപാടുകൾ, ഇടപെടലുകൾ ഒക്കെ കാരണമായി എന്നത് വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളാണ് ന്യൂനപക്ഷ വോട്ടുകളൊക്കെയും UDFനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ അനുകൂലമായിട്ട് വടക്കൻ കേരളത്തിൽ, ഒരു പരിധിവരെ തെക്കൻ കേരളത്തിലും പ്രതിനിധിച്ചിട്ടുണ്ട്, കേന്ദ്രീകരിക്കുന്നതിന് കാരണം. അങ്ങനെയാണ് ഒരു പക്ഷേ UDF ചരിത്രത്തിലില്ലാത്ത വിധം 102 സീറ്റുകൾ എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോയത്. മറ്റു ചില ഘടകങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ടുകളുടെ കൃത്യമായ ഒരു ക്രോഡീകരണമാണ് UDFനെ 102 സീറ്റുകൾ എത്തിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അപ്രസക്തമാകുന്നു എന്ന തോന്നൽ കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്കുണ്ട്. UDFന് ഒരു തിരിച്ചുവരവിന് കളമൊരുക്കിയ PV അൻവറിന് വേണ്ടത്ര പ്രാതിനിധ്യം UDF കൊടുത്തോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ അപ്രത്യക്ഷമാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊന്നും കാണുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. UDF PV അൻവറെ തിരസ്കരിച്ചു എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അത് സ്ഥിരതയില്ലാത്തതാണെങ്കിൽ പോലും UDF അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യുപകാരം UDFൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്ന ഒരു വീക്ഷണം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എനിക്കുണ്ട്. പ്രത്യേകിച്ചും PV അൻവറിനെ സംബന്ധിച്ച് ഇടത് സൈബറിടങ്ങൾ കൊണ്ടാടിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കടന്നൽ രാജ എന്നൊക്കെ വിളിച്ചാണ് LDFൻ്റെ സൈബർ രംഗത്തുള്ള ആളുകളൊക്കെ ആഘോഷിച്ചിരുന്നത്. പക്ഷേ വളരെ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം LDF വിടുന്നതും UDFിലേക്ക് എത്തുന്നതും. ഒരുപക്ഷെ അദ്ദേഹത്തെ മന്ത്രിയാക്കാത്തത് കൊണ്ടായിരിക്കാം. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അദ്ദേഹത്തെക്കാൾ അപ്രസക്തരായ ആളുകളെയൊക്കെ മന്ത്രിയാക്കിയിട്ടും സ്ഥിരം ഒരു പിണറായി സ്തുതിപാഠകനായ തന്നെ മന്ത്രിയാക്കാത്തത് കൊണ്ടുള്ള അസ്വാരസ്യമൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ഒരുപക്ഷെ UDFിൽ എത്തിച്ചത് എന്ന ചർച്ച രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് സത്യവുമായി വളരെ അടുത്ത ബന്ധം പുലർത്താണ്. പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ, 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലീസിലുണ്ടായിരുന്ന സംഘപരിവാര സ്വാധീനം, പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ മുസ്ലിം യുവാക്കളെയും മറ്റു മതന്യൂനപക്ഷ യുവാക്കളെയും ഒക്കെ കേസുകളിൽ കൊടുക്കുവാൻ ശ്രമിച്ചു, സ്വർണ്ണ ഇടപാടുകൾ കേസുകളിൽ കൊടുക്കുവാൻ ശ്രമിച്ചു എന്നുള്ള PV അൻവറിൻ്റെ ആരോപണം അത് മറ്റ് ആര് പറഞ്ഞതിനേക്കാളും കൂടുതൽ CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ന്യൂനപക്ഷ ചെറുപ്പക്കാരൊക്കെ വിശ്വസിച്ചത് PV അൻവർ പറഞ്ഞപ്പോഴാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് PV അൻവറിന് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രത്യുപകാരം, നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്കൊക്കെ ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അപ്രസക്തമായിരുന്നൊരു സമയത്താണ് UDF അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചതും വിജയിച്ചതും എന്നൊക്കെയുള്ള ഒരു സമീപനം വരുന്നതോടൊപ്പം തന്നെ PV അൻവറിനെയും രാഷ്ട്രീയമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന ചില വസ്തുത UDFുമായി ബന്ധപ്പെട്ട ആളുകൾ പുലർത്തുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പ്രത്യേകിച്ചും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ആകെയുള്ള 29 സീറ്റുകൾ എടുക്കുമ്പോൾ അതിൽ ഒറ്റ സീറ്റുകൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് വിജയിക്കുവാൻ കഴിഞ്ഞതൊഴിച്ചാൽ ബാക്കി ഒറ്റ സീറ്റും LDFന് നേടുവാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു അൻവർ ഇഫക്റ്റിൻ്റെ കൂടി ഭാഗമാണ്. അൻവർ ഇഫക്റ്റ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, അൻവർ ഇഫക്റ്റിൻ്റെ കൂടി ഈ ഭാഗമാണ് എന്നാണ് വ്യക്തമാകുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കോട്ടകളും പൊളിഞ്ഞു വീണിട്ടുണ്ട്. നാദാപുരം, അതുപോലെ ഏലത്തൂർ, അങ്ങനെയുള്ള സീറ്റുകൾ, കുന്നമംഗലം പോലെ PT റഹീമിനെ പോലെ ലീഗിൻ്റെ ശത്രുക്കളെ, നിതാന്ത ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ PV അൻവറിൻ്റെ ഒരു സാന്നിധ്യം സഹായകമായി എന്ന ഒരു വിലയിരുത്തൽ എനിക്കുണ്ട്. മാത്രമല്ല തെക്കൻ കേരളത്തിൽ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്ന ഒരു വിശകലനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ PV അൻവർ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് ബേപ്പൂർ
വിജയിക്കുവാൻ കഴിഞ്ഞില്ല. മരുമോനിസം ഒക്കെ പറഞ്ഞെങ്കിലും മരുമോനെ അദ്ദേഹത്തിന് ബേപ്പൂരിൽ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായി പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബേപ്പൂർ എന്ന് പറയുന്നത് LDFിൻ്റെ കുത്തക മണ്ഡലമാണ്. എങ്കിലും മറ്റു പല കുത്തക മണ്ഡലങ്ങളും ഈ ഇലക്ഷനിൽ തകർന്നു വീണില്ലേ എന്ന ചോദ്യം ഉയരാം. പക്ഷേ ബേപ്പൂരിനെ സംബന്ധിച്ച് അവിടെ മുഹമ്മദ് റിയാസ് അദ്ദേഹം MLA എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന വസ്തുത തന്നെയാണുള്ളത്. മാത്രമല്ല, രണ്ടാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. പാലങ്ങളായും റോഡുകളുമായും ഒക്കെ മുഹമ്മദ് റിയാസിൻ്റെ ഒരു കഴിവ് അത് കേരളത്തിൽ പ്രകടമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം 23,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച മുഹമ്മദ് റിയാസിനെ വെറും 7,000-ൽ പരം വോട്ടുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തടഞ്ഞു വയ്ക്കുവാൻ PV അൻവറിന് കഴിഞ്ഞു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ PV അൻവറിനെ സംബന്ധിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടെ, കണ്ണൂർ ജില്ലകളിലുമൊക്കെ ഉൾപ്പെടെ UDFിൻ്റെ വലിയ രീതിയിലുള്ള വിജയത്തിന് അദ്ദേഹത്തിൻ്റെ സ്വാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ കാരണമായി എന്ന ഒരു വസ്തുതയുണ്ട്. പക്ഷേ ഇലക്ഷൻ ശേഷം അദ്ദേഹം അപ്രത്യക്ഷമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് ഉചിതമായ പരിഗണന കൊടുക്കണമെന്നാണ് അദ്ദേഹത്തോട് ഒഴുപ്പമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. എന്തായാലും സാജൻ സ്കറിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം ആഘോഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വസ്തുത. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി LDFിലെ ചില ആളുകളുടെയൊക്കെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, നേരത്തെ LDFിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന DYFI സുഹൃത്തുക്കൾക്ക് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരുപക്ഷെ LDFിലായിരുന്നെങ്കിൽ നിലമ്പൂർ MLA ആയി എങ്കിലും തുടർന്നേനെ എന്നാണ്. നിലമ്പൂരിൽ അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം LDF സീറ്റ് കൊടുക്കുമായിരുന്നു, അദ്ദേഹത്തിന് അവിടെ നിന്ന് വിജയിക്കുവാൻ കഴിയുമായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതിനൊരു മറുവാദം ഉള്ളത് എന്തെന്ന് വെച്ചാൽ LDFിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം നിലമ്പൂരിൽ മത്സരിച്ചാൽ പോലും ഇപ്പോൾ വലിയ UDF തരംഗത്തിനിടയിൽ അദ്ദേഹത്തിന് ആ സീറ്റ് നിലനിർത്തുവാൻ കഴിയുമായിരുന്നില്ല എന്നതാണ്. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്കാർക്കും യോജിക്കുവാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് സ്ഥിരതയില്ല. ഈ കോൺഗ്രസിനോടൊപ്പം നടന്ന് പിന്നീട് DICയിൽ പോയി, പിന്നീട് ഇടത് സ്വതന്ത്രനായി, വീണ്ടും DMK-യിലെത്തി, പിന്നെ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി, പിന്നെ സ്വതന്ത്രനായി, അങ്ങനെയൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണുള്ളത്. എങ്ങോട്ടും മാറാനും അറിയുവാനും കഴിയുന്ന മെയ്വഴക്കം അദ്ദേഹത്തിനുണ്ട് എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വ്യക്തമായ വോട്ട് ബാങ്കുകളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലത്തിലുള്ള സ്വാധീനം എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അദ്ദേഹം വളരെ കൃത്യമായി കൊടുത്ത പോയിന്റുകൾ, പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസിലുണ്ടായ സംഘപരിവാര സ്വാധീനം എന്ന ഒരു ഹെഡ്ലൈൻ അത് UDF വളരെ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ക്രോഡീകരണം UDFിൻ്റെ വലിയ തിരഞ്ഞെടുപ്പ് വിജയത്തിനും കാരണമായിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പരിഗണനയ്ക്ക് അർഹതയുണ്ട് എന്ന ഒരു വിശകലനം രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെയും ഒരു വീക്ഷണം അതുപോലെയാണ്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം UDFിന് കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ്റെ പേരിൽ അദ്ദേഹം പരിഗണിക്കപ്പെടണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ആളുകളുടെയൊക്കെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.